പലതരം പരീക്ഷണങ്ങളാണ് പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക തകർച്ച, രാജ്യത്തിനകത്ത് തന്നെയുള്ള ഭീകരവാദ പ്രവർത്തനവും അവർക്ക് ലഭിക്കുന്ന സംരക്ഷണവും, അധികാരത്തിനു വേണ്ടി ജനാധിപത്യ വഴികളിൽ നിന്നും ഏറെ മാറി സഞ്ചരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം, ഇതെല്ലാം പാകിസ്ഥാൻ എന്ന ദേശത്തിൻ്റെ നിറം കെടുത്തുകയും ലോകരാജ്യങ്ങൾക്കിടയിൽ മതിപ്പ് നഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ തുറസ്സുകൾ അടയ്ക്കുകയും മതതീവ്രവാദത്തിൽ സംഭവിക്കുന്ന കലഹങ്ങൾ രൂക്ഷമാവുകയും ചെയ്യുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ അടയാളപ്പെട്ടു കഴിഞ്ഞു. അതേസമയം ഇന്ത്യ പല രീതിയിൽ പുതിയ കാലത്തിനനുസൃതമായി വളരുകയും സാമ്പത്തികമായി ഉന്നതിയിലെത്തുകയും ചെയ്യുന്നത് കുറച്ചൊന്നുമല്ല അവരെ അസംതൃപ്തരാക്കുന്നത്. അതിൻ്റെ രോഷം പാകിസ്ഥാൻ ഭരണകൂടത്തിൽ നിലനിൽക്കുന്നു. അടുത്തിടെ ഒരു പാകിസ്ഥാൻ നേതാവ് നടത്തിയ ഇന്ത്യ വിരുദ്ധ പ്രസ്താവന തീവ്രവാദികൾക്ക് പ്രോത്സാഹനമായി മാറിയിട്ടുണ്ടാകണം. കാശ്മീരിൽ പഹൽഗാമിൽ നടന്ന കൂട്ടക്കൊലയ്ക്ക് തക്കതായ മറുപടി തീവ്രവാദികൾ മാത്രമല്ല, പാകിസ്ഥാൻ ഭരണകൂടവും അതിന് പിന്തുണ നൽകുന്നവരും നൽകേണ്ടി വരും. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചു വന്ന പിന്തുണ ഇക്കാര്യത്തിൽ ഇനി ലഭിച്ചെന്നു വരില്ല. ലോകരാജ്യങ്ങളിൽ ഭൂരിപക്ഷവും പാകിസ്ഥാനിലെ ജനാധിപത്യ വിരുദ്ധതയും മത തീവ്രവാദവും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ പാകിസ്ഥാൻ മറുപടി പറയേണ്ടി വരും പലതിനും. കാശ്മീരിൽ നിഷ്കളങ്കരായ മനുഷ്യരെ കൊന്നുതള്ളിയ തീവ്രവാദികൾ മാത്രമല്ല, അവർക്ക് പിന്തുണ നൽകിയ പാകിസ്ഥാൻ മത തീവ്രവാദികളും വലിയ വില നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാത്തിരുന്ന് കാണുക.